വിശപ്പ് നമ്മളെ വിളിച്ചുണർത്തുന്നത് സ്വാദുകളുടെ പൊൻപുലരികളിലേക്കാണ്. അവിടെ വിഭവങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് അടിപൊളി സ്വാദ് വീണ്ടും നിങ്ങളിലേക്ക്. ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ നിൽക്കുന്നത് വ്യൂ മൗണ്ട് ഹോട്ടലിലാണ്, ഇക്കോ ഹോട്ടലിലാണിത്. ഇവിടെ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ വിഭവം തയ്യാറാക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഷെഫ് അഭിലാഷാണ്. വെൽക്കം ടു ഷോ. എന്താണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്? ചുരക്ക നിറച്ചത്. ചുരക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ വിഭവമാണ്, എല്ലാവർക്കും കിട്ടാവുന്നതാണല്ലോ. അത് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പോവാണ്. ഇൻട്രസ്റ്റിംഗ്, ഒരു വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ്? ചുരക്കയുണ്ട്, പിന്നെ എന്താ നമ്മൾ സ്റ്റഫ് ചെയ്യുന്നത്? വെജിറ്റബിൾസ് ആണ് സ്റ്റഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾ ആയിട്ടുള്ള ചുരക്കയിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് തന്നെ സ്റ്റഫ് ചെയ്യാണ്. എനിക്കൊന്ന് ഷെഫ് അഭിലാഷിന് ഈ വെജിറ്റേറിയൻ ഡിഷസിനോട് കുറച്ച് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ അത് നല്ലതാണ്. നമുക്ക് വ്യത്യസ്തമായി എങ്ങനെയൊക്കെ വെജിറ്റബിൾസ് തയ്യാറാക്കാം, സ്വാദോടെ കഴിക്കാമെന്നാണ് ഇദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം വേറെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ക്യാരറ്റ്, ബീൻസ് ചോപ്പ്, മൈദ, കർലീസ്, ജിഞ്ചർ, ഗരം മസാല, ഫെനൽ പൗഡർ, ടർമറിക് പൗഡർ, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ചുരക്ക, റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, ഷാലറ്റ്സ്, ബോയിൽ ചെയ്ത പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത്, സാൾട്ട്, ലൈം ജ്യൂസ്, ഓയിൽ. അതായത് ബോയിൽ ചെയ്ത പൊട്ടറ്റോ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ, നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്ത് ബോയിൽ ചെയ്യുക, എന്നിട്ട് അതൊന്ന് ഈസി ആയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാന്നുള്ളൂ. ഓക്കെ, എന്താണ് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത്? ചുരക്ക നമ്മൾ ഫസ്റ്റ് ബ്ലാൻഡ് ചെയ്യും. ഓക്കെ, ബ്ലാൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾ എടുത്തിട്ട് ബോയിൽ ചെയ്യും. ചെറുതായിട്ട് ബോയിൽ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ ആ കളറും സ്വാദും ഒന്നും നമ്മൾ കളയരുത് അധികം. കുറച്ച് നേരം ഒന്ന് ബോയിൽ ചെയ്യുക, അപ്പം തന്നെ കോൾഡ് വാട്ടർ, തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. അങ്ങനെയാണ് ബ്ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തെടുത്താണ് ഈ ചുരക്ക. ഇനി എന്താണ്? വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ബ്ലാൻഡ് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത്. വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക, എന്നിട്ട് നമുക്ക് ചുരക്ക ബ്ലാൻഡ് ചെയ്യാം. വെള്ളം പോലെ ബ്ലാൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ചുരക്ക ബ്ലാൻഡ് ചെയ്തെടുക്കുകയാണ്. ഇത് കുറച്ച് നേരം എടുക്കും അല്ലേ? ചുരക്കയൊക്കെ കുറച്ച് നേരം പിടിക്കുന്ന തരത്തിലുള്ള വെജിറ്റബിൾസ് ആണ്. കുറച്ച് നേരം ഒന്ന് വെച്ച് ബ്ലാൻഡ് ചെയ്തെടുക്കുക. സൈഡ് ബൈ സൈഡ് നമുക്ക് ബാക്കിയും ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ? റൈറ്റ്, തിരിച്ച് ഇട്ടിട്ട് ചെയ്യുക. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അതിന് വേണ്ടിയാണ്. കുറച്ച് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ മസാലയാണ് ഇനി തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളെ ചുരുക്ക ഏകദേശം ബ്ലാഞ്ചായി വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റാം അല്ലേ? അധികം ചെയ്യാതിരിക്കാൻ നോക്കണം, ശ്രദ്ധിക്കണം നിങ്ങൾ. അതിൻ്റെ ആ നിറവും ഗുണമൊക്കെ അങ്ങ് പോകും. അപ്പോഴത്തേക്ക് കുറച്ച് മതി. ബ്ലാഞ്ചിങ് കഴിഞ്ഞു. ഇനി എന്താണെന്ന് ചെയ്യാൻ പോകുന്നത്? ഓൾറൈറ്റ്, നമ്മുടെ കോക്കനട്ട് ഓയിൽ ചൂടായ പാനിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ വെജിറ്റബിൾസ് തന്നെ വെജിറ്റബിളിലേക്ക് സ്റ്റഫ് ചെയ്ത് വയ്ക്കുന്ന ഒരു തരത്തിലുള്ള ഡിഷാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഷെഫ് അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അത്രയും സിമ്പിൾ ഡിഷാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, എണ്ണ ചൂടായി നമ്മൾ ചെറുള്ളി നീളത്തിലരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്തു. അതൊന്ന് പിങ്ക് നിറമായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സ്റ്റഫ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ആഡ് ചെയ്തു. യെസ്, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും ആഡ് ചെയ്തു. നമ്മുടെ പച്ചമുളകാണ് അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തത്. ചെറുതായിട്ട് അരിഞ്ഞ് ചെറുള്ളി ആഡ് ചെയ്തു, അതുപോലെ ഇഞ്ചി ആഡ് ചെയ്തു, പച്ചമുളകും ആഡ് ചെയ്തു. ഇനി നമ്മുടെ പച്ചക്കറികൾ വരികയാണ്. ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും പിന്നെ കുറച്ച് കറിവേപ്പിലയും. യെസ്, ഇപ്പം തന്നെ ആ സ്മെല്ല് വന്നു തുടങ്ങി. ക്യാരറ്റും ബീൻസും കൂടെ ഒക്കെ അങ്ങ് കുക്കാവുന്നതിൻ്റെ സ്മെല്ല് വന്നു തുടങ്ങി. സ്റ്റഫ് ചെയ്ത് കുറച്ച് നേരം കുക്ക് കഴിഞ്ഞത് നമുക്ക് അടുത്തായിട്ട് മസാലാസ് ആഡ് ചെയ്യാം. ആദ്യം തന്നെ റെഡ് ചില്ലി പൗഡർ. ഓക്കെ, നമ്മുടെ മുളക് പൊടിയാണ് ആഡ് ചെയ്തത്, ഏകദേശം ഒരു ടീസ്പൂൺ. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് മതി അല്ലേ? നമ്മുടെ മസാലാസ് എല്ലാം ആഡ് ചെയ്ത് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഗ്രേവി തയ്യാറാകുന്നത്. ശരിക്കും മസാലയാണല്ലേ? ഓൾറൈറ്റ്, ഇപ്പം ഗരം മസാല. ഓക്കെ, ഗരം മസാല. ദാറ്റ്സ് നൈസ്. നമ്മുടെ വെജിറ്റബിൾ ഡിഷിലേക്ക് ഗരം മസാലയാണ് ഇപ്പോൾ ആഡ് ചെയ്തത് അല്ലേ? അതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. ഇപ്പം സാധാ ജീരകപ്പൊടി അല്ലേ? അത് പെരുംജീരകമാണ്. ഓക്കെ, പെരുംജീരകപ്പൊടി നമ്മൾ ആഡ് ചെയ്തു. ഓൾറൈറ്റ്, ശരിക്കും ഒരു ഇറച്ചിയുടെ ഒരു ഫ്ലേവർ വരും. ഇപ്പം തന്നെ ഒരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബോയിൽ ചെയ്ത് നല്ലോണം ചൂടുവെള്ളത്തിൽ ബോയിൽ ചെയ്തെടുത്തിട്ട് അത് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങാണ് ഇപ്പം ആഡ് ചെയ്തത്. ഞാൻ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ പോവാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതെ, അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഇപ്പോൾ ശരിക്കും ഒരു നല്ല പരുവായി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. നല്ല ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഉപ്പ് ആഡ് ചെയ്തേ പറ്റും എപ്പോഴും. സ്റ്റഫിങ് ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്.
ഇത് വീട്ടിലൊക്കെ തയ്യാറാക്കാറുണ്ടോ? ഇല്ല എന്താ വീട്ടിൽ ചെയ്ത് നോക്കണ്ടേ? ഏതായാലും ഞാൻ വീട്ടിൽ ചെന്ന് തയ്യാറാക്കുന്നതെന്ന് വെച്ചു ചുമ്മാന്നല്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ബിക്കോസ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഒരു വെജിറ്റബിളകത്ത് സ്റ്റഫ് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. കുറച്ച് ലൈം ജ്യൂസ് നമ്മൾ ആഡ് ചെയ്യണം അതിലേക്ക്. ഓക്കെ, ലൈമിൻ്റെ ആ സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. വ്യൂ മൗണ്ടും ഇറ്റ്സ് എ പ്രിറ്റി ന്യൂ ഹോട്ടൽ അല്ലേ? പക്ഷേ പുതിയ ഹോട്ടലാണെങ്കിലും ഐ ഹാവ് ടു സേ നല്ല ശരിക്കും ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഹോട്ടലിൻ്റെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ വന്ന് തന്നെ നോക്കണം. ശരിക്കും ഒരു പ്രകൃതിരമണീയമായ ഒരു അവസ്ഥയാണ് ചുറ്റും തന്നെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഷെഫ്സ് ആയാലും വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ സൗഹാർദ്ദപരമായാണ് എല്ലാവരുടെയും പെരുമാറ്റം. നല്ല സ്വാദുള്ള ഡിഷസും തന്നെയാണ്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ള എല്ലാം തന്നെ നല്ല സ്വാദുള്ളതാണ്. ആൻഡ് മസാല റെഡിയാണ്. മസാല റെഡി ആയി കഴിഞ്ഞു. ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്കെ, നമ്മുടെ ഫില്ലിംഗ് പരിപാടി ചെയ്യാൻ പോവാണ്. നമ്മുടെ ചുരക്ക ബ്ലാഞ്ച് ചെയ്ത് വെച്ചത് റെഡിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നു. ഇതെങ്ങനെ ചെയ്യാൻ പോകുന്നത് നോക്കാം. ചുരക്ക് 2 എണ്ണം നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോകണം അല്ലേ? റൈറ്റ്, നമ്മുടെ ചുരക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. നമ്മൾ സ്റ്റഫ് ചെയ്തു, ഇനി അത് ഫ്രൈ ചെയ്യും. ചുമ്മാ ഫ്രൈ ചെയ്യാൻ പോകല്ല, മൈദയിൽ ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് മൈദ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. റൈറ്റ്, ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു വേണ്ട അല്ലേ? മൈദ നേരെ ഇങ്ങ് ആവശ്യത്തിന് എണ്ണ മതി. നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എണ്ണയിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൽ എരിവുള്ള തരത്തിലുള്ള ഡിഷാണല്ലേ? മീഡിയം അല്ലേ? ഇതിൽ നമ്മൾ നാരങ്ങാന്നൊരു ഒഴിച്ചു അല്ലേ? അതെന്താ കാര്യം? പുളിക്കാൻ വേണ്ടി അല്ലേ? ചെറിയൊരു പുളി. ശരിക്കും സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ അല്ലേ? ചായയുടെ കൂടെ നമുക്ക് വൈകുന്നേരം ഈസി ആയിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. റൈറ്റ്, ചുരക്ക സ്റ്റഫ് ചെയ്തത് നമ്മൾ വറുത്തെടുക്കുകയാണ്. അത് 2 ഭാഗവും നമ്മൾ തിരിച്ചിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ഏകദേശം അല്ലേ? ഓക്കെ, ഇത്ര ഉള്ളോ? ഈസി ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത് പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് ചെയ്തെടുക്കാറുണ്ട് അല്ലേ? ഒരു ഡിഫറൻസ് ആയിട്ട്. സാധാരണ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വല്ല സമോസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കലായിരിക്കും നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഈസി ആയിട്ടൊരു ഡിഫറൻസോടെ നമുക്ക് ചുരക്ക സ്റ്റഫ് ചെയ്തത് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമാണ്. ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്താൽ മാത്രം മതി. ആൻഡ് നല്ല ഭംഗിയുണ്ട് കാണാനും. ട്രൈ നോക്കാം അല്ലേ? നമ്മുടെ വ്യൂ മൗണ്ട് ഹോട്ടലിൽ, അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? സൗത്തിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അവിടെയാണ് നമ്മൾ ഇത്രയും സ്പെഷ്യലായിട്ടൊരു വിഭവം. വളരെ സിമ്പിളാണ്. യൂഷ്വലി നമ്മുടെ ഷെഫ്സ് നമുക്കായി പ്രിപ്പയർ ചെയ്യാവുന്ന ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള സാധനങ്ങളാണ്. സിമ്പിളായിട്ട് നമ്മുടെ ഷെഫ് അഭിലാഷ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ചുരക്ക നിറച്ചതാണ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചുരക്ക ഇങ്ങനെയും പ്രിപ്പയർ ചെയ്യാം എന്നെനിക്ക് മനസ്സിലായി. ബിക്കോസ് ഇത്രയും സ്വാദിഷ്ടമായിട്ട് ചുരക്ക ഞാൻ കഴിച്ചിട്ടില്ല. പറയാം, കറിയായിട്ടൊക്കെ നമ്മൾ സാധാരണ കഴിച്ചിട്ടുണ്ടാവും, കറിയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണം ഇടും. ഇത് സ്നാക്സ് എന്ന രീതിയിൽ ചുരക്കയായിട്ട് തന്നെ വളരെ സ്വാദിഷ്ടമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്, ഇറ്റ്സ് റിയലി അപ്രീഷിയബിൾ. താങ്ക് യു. ഷെഫ് അഭിലാഷിൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനാണിത്. ചുരക്ക നിറച്ചത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അതിഥികൾ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് പാചകം ചെയ്ത് നോക്കാം. വെരി സിമ്പിൾ, വെരി ടേസ്റ്റി. ചുരക്ക നിറച്ചത്. പ്രധാന ചേരുവകൾ: ബീൻസ് അരിഞ്ഞത് 1/2 കപ്പ്, പച്ചമുളക് അരിഞ്ഞത് 1/2 കപ്പ്, ചെറിയ ഉള്ളി അരിഞ്ഞത് 1/2 കപ്പ്, ചുരക്ക 2 കഷ്ണം, മുളക് പൊടി 4 ടീസ്പൂൺ, ക്യാരറ്റ് അരിഞ്ഞത് 1/2 കപ്പ്, പെരിഞ്ജീരകം 4 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, വേപ്പില ആവശ്യത്തിന്, ഉരുളക്കിഴങ്ങ് 1 കപ്പ്, മൈദ 1/2 കപ്പ്, ചെറുനാരങ്ങ അരിഞ്ഞത് 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 കപ്പ്, ഇഞ്ചി അരിഞ്ഞത് 1/2 കപ്പ്, എണ്ണ ആവശ്യത്തിന്. പാചകം ചെയ്യുന്ന വിധം: ആദ്യം പാൻ ചൂടാക്കി അതിൽ വെള്ളം ഒഴിച്ച് വെള്ളം നല്ലവണ്ണം ചൂടായതിനു ശേഷം ചുരക്ക അതിലിട്ട് പുഴുങ്ങുക. ശേഷം മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ശേഷം ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റുക. പച്ചമുളക്, ക്യാരറ്റ്, വേപ്പില, ബീൻസ് എന്നിവ ചേർത്ത് വഴറ്റുക. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. പിന്നീട് വേവിച്ചരിഞ്ഞ ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി വഴറ്റുക. കുറച്ച് നാരങ്ങ നീര് ചേർക്കുക. ശേഷം ചുരക്കയിലേക്ക് മിക്സ് ചെയ്തെടുത്ത വിഭവങ്ങൾ നിറച്ച ശേഷം
പാനിൽ എണ്ണയൊഴിച്ച് ചൂടാക്കുക. എന്നിട്ട് മൈദാമാവിൽ മുക്കിയ ശേഷം ചുരയ്ക്ക എണ്ണയിൽ വറുത്തെടുക്കുക. ഇപ്പോൾ ചുരയ്ക്ക നിറച്ചത് തയ്യാറായി കഴിഞ്ഞു.